കേരളത്തിലെ ഏതൊരു വന്യജീവി ഫോട്ടോഗ്രാഫറുടെയും ഒരു സ്വപ്നം തന്നെയാണ് കേരളത്തിലെ കാടുകളിൽ നിന്ന് ഒരു ബിഗ് ക്യാറ്റ് ചിത്രം. പണ്ട് ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞൊരു വാചകമാണ് ഓർമ്മയിൽ വരുന്നത്. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിന്നെ എന്നെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. അതെ, അങ്ങനെ ഒരു സ്വപ്നത്തെ തേടിയാണ് എൻ്റെ ഇന്നത്തെ ഈ യാത്ര. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ കാട് പൂർണ്ണമായും വരണ്ടു കഴിഞ്ഞു. ഇവിടുത്തെ ചൂടും അസഹനീയം തന്നെ. പക്ഷേ ഇലകളും പുല്ലുകളുമൊക്കെ കരിഞ്ഞുണങ്ങിയത് കാരണം കാടിന് നല്ല വിസിബിലിറ്റിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ വന്യജീവികളെ പെട്ടെന്ന് കണ്ടെത്താനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ തന്നെ കാട്ടിലെ വെള്ളത്തിന്റെ ലഭ്യതയും വളരെ കുറവായതിനാൽ വെള്ളമുള്ള സ്ഥലങ്ങളെ ചുറ്റിപ്പറ്റി വന്യജീവികളുടെ സാന്നിധ്യവും വളരെ കൂടുതലായിരിക്കും. പറമ്പിക്കുളത്ത് പ്രധാനമായും 6 തരം കാടുകളെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. എവർഗ്രീൻ ഫോറസ്റ്റ്, സെമി എവർഗ്രീൻ ഫോറസ്റ്റ്, ഷോല ഫോറസ്റ്റ്, മോയിസ്റ്റ് ആൻഡ് ഡ്രൈ ഡെസ്യൂഡുവസ് ഫോറസ്റ്റ്, ബാംബു ഫോറസ്റ്റ്, പിന്നെ തേക്കിൻ പ്ലാന്റേഷൻസ്. നമ്മുടെ ഇന്നത്തെ ഈ ട്രക്കിംഗ് പ്രധാനമായും കടന്നു പോകുന്നത് തേക്കിൻ പ്ലാന്റേഷനിലൂടെയാണ്. പഗ്മാർക്ക് ട്രക്കിംഗ് ട്രയൽ എന്ന പ്രോഗ്രാമാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. പെരുവാരിപ്പള്ളം ഡാമിൽ നിന്ന് നമ്മുടെ ട്രക്കിംഗ് ആരംഭിച്ച് മാഞ്ചാടിപ്പള്ളം എന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു. അവിടെ നിന്ന് കഞ്ഞിമാര, അവിടെ നിന്ന് തെല്ലിക്കൽ, പിന്നീട് തിരിച്ച് പെരുവാരിപ്പള്ളം ഡാം. അങ്ങനെ ഏകദേശം 24 കിലോമീറ്ററാണ് നമ്മളിവിടെ കവർ ചെയ്യുന്നത്. നടക്കാനുള്ള നമ്മുടെ താല്പര്യമനുസരിച്ച് പല ഷോർട്ട് കട്ടുകളും ഉപയോഗിച്ച് ട്രക്കിങ്ങിൻ്റെ ദൈർഘ്യം കുറയ്ക്കാനും പല ചുറ്റുവഴികൾ ഉപയോഗിച്ച് ട്രക്കിങ്ങിൻ്റെ ദൈർഘ്യം കൂട്ടാനും നമ്മുടെ ഗൈഡിന് സാധിക്കും. നമ്മുടെ ട്രക്കിംഗ് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായി പെരുവാരിപ്പള്ളം ഡാമിൽ നിന്ന് സ്പോട്ട് ചെയ്യാൻ സാധിച്ചതാണ് ഈ ഒരു കൂട്ടം നീർനായ്ക്കൾ. അങ്ങനെ അവയുടെ ചിത്രങ്ങളും വീഡിയോസും പകർത്തി നിന്നപ്പോഴാണ് ഒരു മുതലയെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതാണ് നമ്മുടെ ഗൈഡ് ശ്രീനിദാസൻ. ഈ കാട്ടിലെ മുക്കും മൂലയും പുള്ളിക്ക് കാണാപ്പാടമാണ്. ശ്രീനി നടക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. തല താഴ്ത്തി തറയിലെ ഓരോ പൊട്ടും പൊടിയും ശ്രദ്ധിച്ച് കാട്ടിലെ ശബ്ദവും മണവും അതിസൂക്ഷ്മമായി മനസ്സിലാക്കി ഓരോ ചുവടും ജാഗ്രതയോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ശ്രീനിയിൽ നിന്ന് പഠിക്കേണ്ടതായുണ്ട്. വന്യജീവികളെ കാണാൻ സാധ്യതയുള്ള ഓരോ സ്ഥലവും വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ച് മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ശ്രീനി എന്തിനെയോ സ്പോട്ട് ചെയ്തു. സാമ്പാർ ഡിയറാണ്. 6 or 7 അടങ്ങുന്ന ഒരു ചെറുകൂട്ടം. പിന്നീട് നമുക്ക് ഒരു കൂട്ടം കരിങ്കുരങ്ങുകളെ കണ്ടെത്താൻ സാധിച്ചു. പറമ്പിക്കുളത്ത് വളരെ സാധാരണയായി തന്നെ ഇവയെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അപ്പോഴാണ് ഒരു മുളയിലിരിക്കുന്ന 2 കുട്ടിക്കുരങ്ങന്മാരെ ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മുടെ എല്ലാം വീടുകളിൽ കാണുന്നത് പോലെ വളരെ സമാധാനമായിരിക്കുന്ന 2 കുഞ്ഞന്മാർ. പെട്ടെന്നൊരുവൻ മറ്റൊരുവനെ പോയി തോണ്ടുന്നു. പിന്നീട് അടിയായി ഇടിയായി ആകെ മൊത്തത്തിലൊരു ബഹളം. ഒരു ചെറു പുഞ്ചിരിയോടുകൂടി മാത്രമാണ് ഇവയുടെ ചിത്രങ്ങൾ പകർത്താൻ എനിക്കായത്. ഇതാണ് ഹനുമാൻ ലങ്കൂർ. നമ്മൾ നേരത്തെ കണ്ട നീൽഗിരി ലങ്കൂറിൻ്റെ ഫാമിലിയിൽപ്പെട്ടവരാണ് ഇവർ. ഈ നീൽഗിരി ലങ്കൂറും ഹനുമാൻ ലങ്കൂറും കൂടിച്ചേർന്നുണ്ടായതാണ്
ദാ ഈ ഇരിക്കുന്ന കക്ഷി. പിന്നീട് നമുക്ക് ഒരു കൂട്ടം നാടൻ കുരങ്ങുകളെ കണ്ടെത്താൻ സാധിച്ചു. അവിടെയും താരങ്ങൾ ഈ കുഞ്ഞന്മാർ തന്നെയാണ്. ഈ കണ്ട 3 വ്യത്യസ്ത ഇനം കുരങ്ങന്മാരെയും കാടിൻ്റെ പല ഭാഗത്തായിട്ടാണ് നമ്മൾ കണ്ടെത്തിയത്. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് എന്തോ ഒന്ന് വലിയ ശബ്ദത്തോടു കൂടി നമുക്ക് മുന്നിലേക്ക് ചാടി വീണത്. കരടി, കാട്ടിലെ ഏറ്റവും അപകടകാരിയായ ജീവി. കൂടാതെ ആഴ്ചകൾ മാത്രം പ്രായമുള്ള 2 കുഞ്ഞുങ്ങൾ. ഏതൊരു ജീവിക്കും അതിൻ്റെ കുഞ്ഞു കൂടെയുള്ളപ്പോൾ ആക്രമണ സ്വഭാവം വളരെ കൂടുതലായിരിക്കും. എന്നിട്ടും ഒട്ടും പേടി തോന്നിയില്ല നമുക്ക്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പേടിക്കാനുള്ള സമയം കിട്ടിയില്ല എന്നത് തന്നെയാണ്. വെറും 5 സെക്കൻഡിലാണ് ഇതെല്ലാം സംഭവിച്ചത്. 2, ശ്രീനിയോടുള്ള നമ്മുടെ വിശ്വാസം. നമ്മൾ പകുതിയിലധികം ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. പക്ഷേ കുടിക്കാൻ കരുതിയിരുന്ന വെള്ളമെല്ലാം തീർന്നു. ഇനി ഏതെങ്കിലും അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ച് അല്പം നേരം വിശ്രമിക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് ഓൾമോസ്റ്റ് പകുതിയായിട്ടുണ്ട്. നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല ടയർഡാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് നേരം ഇവിടെ എവിടെയെങ്കിലും മരത്തണലിലിരുന്ന് വിശ്രമിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന് വെള്ളമൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇത്ര ടയർഡായിട്ടും എല്ലാവരും ഫിസിക്കലി ടയർഡാണ്, ബട്ട് മെൻ്റലി എല്ലാവരും ഇപ്പോഴും വീണ്ടും കൂടുതൽ ദൂരം പോകണം, കൂടുതൽ സൈറ്റിങ്സ് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയാണ്. അതിനുള്ള പ്രധാന കാരണം തന്നെ കരടീനെ കാണാൻ സാധിച്ചതാണ് അതിനുള്ള ഏറ്റവും വലിയ ഒരു മോട്ടിവേഷനായിട്ട് എല്ലാവരും കാണുന്നത്. വളരെ കുറച്ച് സമയം മാത്രമാണ് അതിനെ നമുക്ക് കാണാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു വെറും 10 സെക്കൻഡിൽ താഴെ മാത്രമാണ് നമുക്കതിനെ സ്പോട്ട് ചെയ്യാൻ സാധിച്ചത്. കുറച്ച് നല്ല ചിത്രങ്ങൾ പകർത്താൻ സാധിച്ചു എന്ന് തന്നെ വലിയ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. ഇനിയും എന്തെങ്കിലുമൊക്കെ സൈറ്റിങ്സ് കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. പാതാളത്തവള എന്നറിയപ്പെടുന്ന തവളയുടെ കുഞ്ഞുങ്ങളാണിവ. വളർച്ചയെത്തുന്നതുവരെ ഇവ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. പൂർണ്ണ വളർച്ച എത്തുന്നതോടുകൂടി ഇവർ മണ്ണിലടിയിലേക്ക് മാറുന്നു. അങ്ങനെ കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. അപ്പോഴാണ് കുറച്ച് ദൂരെയായി 1 മയിൽ പീലി വിടർത്തി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തൻ്റെ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയാണ് മയിലുകൾ പ്രധാനമായും ഇങ്ങനെ പീലി വിരിക്കുന്നത്. മഴക്കാലത്തിന് തൊട്ടു മുമ്പായി ഇവ പീലികൾ പൊഴിച്ചു കളയുകയും പിന്നീട് പുതിയ പീലികൾ വരികയും ചെയ്യുന്നു. നമ്മൾ വരുന്ന വഴിക്ക് ഇവരുടെ ഒത്തിരി വീഡിയോസും ചിത്രങ്ങളും പകർത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇവയെ ധാരാളമായി കാണാമെങ്കിലും കാടുകളിൽ ഇവയെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ഇതാണ് കാട്ടുകോഴി. നമ്മുടെ വീടുകളിൽ വളർത്തുന്ന കോഴികളെ പോലെയാണെങ്കിലും ഇവർ ഒരിക്കലും മനുഷ്യരുമായി ഇണങ്ങില്ല. പിന്നെ നമ്മുടെ നാട്ടുകോഴികളെ അപേക്ഷിച്ച് ഇവയ്ക്ക് കുറച്ചുകൂടെ നന്നായി പറക്കാനാകും. അധിക നേരവും ഇവർ തറയിൽ തന്നെയാണ് സമയം ചിലവഴിക്കുന്നത്. പിന്നീട് നമുക്ക് ഒരു കൂട്ടം പുള്ളിമാനുകളെ കണ്ടെത്താൻ സാധിച്ചു. കേരളത്തിലെ മറ്റു കാടുകളെ അപേക്ഷിച്ച് പറമ്പിക്കുളത്താണ് ഇവയുടെ സൈറ്റിംഗ് കൂടുതൽ കിട്ടുന്നത്. മനുഷ്യവാസമുള്ള സ്ഥലങ്ങളോട് ചേർന്ന് ഇവയെ കൂടുതൽ കണ്ടെത്താമെങ്കിലും
നമ്മളെ ഒരു പേടിയോടുകൂടി മാത്രമാണ് ഇവർ നോക്കിക്കാണുന്നത്. ഇവിടെയും എൻ്റെ ശ്രദ്ധ പോയത് ജനിച്ച് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിലേക്കാണ്. ഈ മാൻകൂട്ടത്തിനോടൊപ്പം തന്നെ കുറച്ച് പന്നിക്കുട്ടന്മാരെയും കാണാൻ സാധിച്ചു. അങ്ങനെ കുറച്ചു നേരം അവരുടെ ചിത്രങ്ങളും വീഡിയോസും എല്ലാം പകർത്തി പിന്നീട് നമ്മുടെ യാത്ര തുടർന്നു. നമ്മൾ ഇത്രയും ദൂരം നടന്നിട്ടും കാട്ടുകളെയൊന്നും കാണാൻ സാധിച്ചില്ല. പക്ഷേ നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി ഇവയുടെ നല്ല സൈറ്റിംഗ് കിട്ടിയിരുന്നു. പലരും ഇവരാണ് കാട്ടുപോത്തെന്ന് ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിപ്പുണ്ട്. ഈ അടുത്ത കാലം വരെ ഞാനും ഇവരെ കാട്ടുപോത്ത് എന്നാണ് വിളിച്ചിരുന്നത്. എങ്കിലും എന്തോ എനിക്കിവരെ കാട്ടുപോത്ത് എന്ന് തന്നെ വിളിക്കാനാണ് തോന്നുന്നത്. കാട്ടിൽ മുള പൂത്ത് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏകദേശം 40 വർഷം എടുക്കും ഒരു മുള അതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തി അതിൽ നിന്ന് മുളയരി ലഭിക്കാൻ. പിന്നീട് അത് കരിഞ്ഞു പോകും. നിരവധി ജീവജാലങ്ങൾക്കുള്ള ആഹാരം നൽകിയിട്ടാണ് മുളമരം തൻ്റെ മരണത്തിലേക്ക് യാത്രയാകുന്നത്. ഈ കാഴ്ചകളെല്ലാം കണ്ട് യാത്ര തുടർന്നു. വീണ്ടും ഒരു കൂട്ടം മ്ലാവുകളെയും പുള്ളിമാനെയും കണ്ടെത്താൻ സാധിച്ചു. പെട്ടെന്നാണ് അതുവരെ ശാന്തമായിരുന്ന കാട് അസ്വസ്ഥമായി മാറിയത്. പുള്ളിമാനുകൾ അലാങ്കോളുകൾ പുറപ്പെടുവിച്ചു തുടങ്ങി. ഏതോ ഒരു പ്രിഡേറ്റർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ഇതിനർത്ഥം. കടുവയോ പുലിയോ കരടിയോ കാട്ടുനായ്ക്കളോ അങ്ങനെ ഏതോ ഒരു പ്രിഡേറ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മാനുകൾ ഇങ്ങനെ ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അധികം താമസിക്കാതെ തന്നെ ശ്രീനി അതിനെ കണ്ടെത്തി. ഒരു പുള്ളിപ്പുലിയാണ്. ഇവന്റെ സാന്നിധ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് മാനുകൾ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള ഇരപിടിയന്മാരുടെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ കുരങ്ങന്മാർ
അണ്ണാൻ, മയിലുകൾ, മാനുകൾ തുടങ്ങിയ ജീവജാലങ്ങൾ ഒരു പ്രത്യേകതരം ശബ്ദമുണ്ടാക്കി മറ്റു ജീവജാലങ്ങൾക്കും ഒരു മുന്നറിയിപ്പ് നൽകും. ഇവർ ഇത്തരം ഇരപിടിയന്മാരെ നേരിട്ട് കാണണം എന്നില്ല. ഇവയുടെ മണം മനസ്സിലാക്കിയും ഇവയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഇവർക്ക് സാധിക്കും. നമ്മൾ ഈ കണ്ട പുലിക്ക് ഏകദേശം 4 വയസ്സ് പ്രായമുണ്ടാകും എന്നാണ് ശ്രീനി പറഞ്ഞത്. ഈ മുളങ്കാട്ടിൽ നിന്ന് ഇവനെ കണ്ടെത്തുക എന്നത് അത്യാവശ്യം പ്രയാസമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതിനുള്ള പ്രധാന കാരണം ഇവന്റെ നിറവും കാടിന്റെ നിറവും ഒന്ന് തന്നെ എന്നതായിരുന്നു. വളരെ കുറച്ചു നേരം മാത്രമാണ് ഇവന്റെ സൈറ്റിംഗ് നമുക്ക് കിട്ടിയത്. സാധാരണയായി പുലികൾ ഇര തേടുന്നത് അതിരാവിലെയും സന്ധ്യ നേരത്തും രാത്രികാലങ്ങളിലുമായിരിക്കും. എന്നാൽ ഓരോ പ്രദേശത്തിന്റെയും സ്വഭാവത്തിനനുസരിച്ച് ഇതിൽ മാറ്റമുണ്ടായേക്കാം. ദാ ഈ വരുന്ന എന്നെ കണ്ടോ? ഏതൊരു വലിയ യുദ്ധം ജയിച്ചു വരുന്ന സന്തോഷത്തിലാണ് ഞാൻ. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഏതൊരു വന്യജീവി ഫോട്ടോഗ്രാഫറുടെയും ഒരു സ്വപ്നം തന്നെയാണ് കേരളത്തിലെ കാടുകളിൽ നിന്ന് ഒരു ബിഗ് കാറ്റ് ചിത്രം. നമ്മുടെ ട്രക്കിങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. പെരുവാരിപ്പള്ളം ഡാമിനെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ നീങ്ങുന്നത്. ഡാമിലെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ഒരു ആനയെ കണ്ടെത്താൻ സാധിച്ചു. ഇന്നത്തെ ഫോട്ടോഗ്രാഫി എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ നമുക്ക് ഇതൊരു ബോണസ് തന്നെയാണ്. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായി 2 കാര്യങ്ങൾ കൂടി എടുത്തു പറയേണ്ടതായുണ്ട്. അതിലൊന്ന്, ഓരോ ഋതുക്കളിലും മാറി മാറി വരുന്ന ഈ കാടിന്റെ ഭംഗി തന്നെയാണ്. 2, ഒരു നന്ദി വാക്കാണ്. എൻ്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാനായി എന്നെ സഹായിച്ച ശ്രീനിക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും ഒപ്പം എനിക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും നൽകുന്ന എൻ്റെ പ്രിയ കുടുംബത്തിനും നന്ദി.